വയനാട്ടിൽ റിസോർട്ടിൽ നിന്ന് പണം പിരിക്കാനെത്തിയ സായുധ മാവോയിസ്റ്റ് സംഘവുമായി തണ്ടർബോൾട്ട് ഏറ്റുമുട്ടൽ. വൈത്തിരിയിലെ ഉപവൻ റിസോർട്ടിന് സമീപത്താണ് വെടിവെപ്പുണ്ടായത്. ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകളിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റതായാണ് വിവരം. അനൂപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനൂപ്, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ? നിലവിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? വൈത്തിരിയിലെ റിസോർട്ടിലെത്തിയ മാവോയിസ്റ്റ് സംഘത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ സമീപത്തെ സുഗന്ധഗിരി വനമേഖലകളിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പല മേഖലകളും പോലീസ് നിയന്ത്രണത്തിലാണ്. ദേശീയപാതയോരത്ത് ലക്കിടിയിലെ ഉപവൻ റിസോർട്ടിലാണ് കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റ് സംഘം എത്തിയതും പോലീസുമായി വെടിവെപ്പുണ്ടായതും. ഇപ്പോൾ അറിയുന്നൊരു വിവരം, പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. അതായത് ഒരാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏറ്റുമുട്ടലിനിടെ വെടിയേറ്റ 2 മാവോയിസ്റ്റുകളിൽ ഒരാളാണ് മരിച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിൽ ഒരാൾ പോലീസിന്റെ പിടിയിലുണ്ടെന്നും വിവരമുണ്ട്. ഏതായാലും ഇവർ കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടി റിസോർട്ടിലെത്തി 50,000 രൂപയും 10 പേർക്കുള്ള ഭക്ഷണവും ആവശ്യപ്പെട്ടു. ഈ വിവരം പോലീസ് അറിയിക്കുകയും സ്ഥലത്തെത്തിയ തണ്ടർബോൾട്ട് പോലീസ് അംഗങ്ങളുമായുള്ള വെടിവെപ്പ് ഉണ്ടാവുകയുമായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് വയ്ക്കുന്ന വിവരം. ഏതായാലും തണ്ടർബോൾട്ട് സ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ തണ്ടർബോൾട്ട് സംഘം സ്ഥലത്തെത്തി മാവോയിസ്റ്റ് സംഘത്തെ നേരിടുകയായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം, ഈ റിസോർട്ടിന് സമീപത്ത് രാവിലെ നടത്തിയ തെരച്ചിലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മാവോയിസ്റ്റ് സംഘാംഗത്തിന്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരമാണ്. 2 പോലീസുകാർക്ക് നേരിയ പരിക്ക് പറ്റിയതായും സൂചനയുണ്ട്. ഇത് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അല്പസമയത്തിനകം ആദ്യമടക്കം സ്ഥലത്തെത്തി എൻക്വസ്റ്റ് നടപടികൾ, അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഈ സംഘത്തിന് ശേഷം കാട്ടിലേക്ക് ഉൾവലിഞ്ഞ സംഘാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ വലിയ വ്യാപകമായ പ്രദേശത്ത് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുള്ള വലിയ തിരച്ചിൽ പോലീസും തണ്ടർബോൾട്ടും നടത്തിയിരുന്നു. ഇതിനിടെ ചിതറിയോടിയ സംഘാംഗങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് 4 അംഗങ്ങളുള്ള ഒരു സംഘമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത് എന്നുള്ളൊരു വിവരം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർ സായുധധാരികളായിരുന്നു. ഇവർ ദേശീയപാതയിലത്തെ ഈ റിസോർട്ടിലെത്തി പണം ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് ഇത്രയും സംഭവം ഉണ്ടായത്. ഏതായാലും കാട്ടിലേക്ക് ഉൾവലിഞ്ഞ സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിന് ശേഷം കണ്ണൂർ റേഞ്ച് IG ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ പത്രസമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം, സംഘട്ടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ സംഘട്ടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഏതാണ്ട് സ്ഥിരീകരിക്കാൻ സാധിക്കും. സുഗന്ധഗിരി മേഖലയിൽ ഏതാണ്ട് 4 മാസത്തോളമായി ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മാവോയിസ്റ്റ് സാന്നിധ്യം പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. സമീപത്തെ സുഗന്ധഗിരി, പ്രിയദർശിനി തുടങ്ങിയ ആദിവാസി കോളനികളിൽ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള സായുധ സംഘങ്ങൾ എത്തുകയും ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുകയും നേരത്തെ പ്രളയത്തിന്റെ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന പ്രളയ ദുരിതാശ്വാസ വസ്തുക്കൾ ഉൾപ്പെടെ മാവോയിസ്റ്റുകളെത്തി എടുത്തുകൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഇതുമായി ബന്ധപ്പെട്ട പോലീസിൽ സമീപത്തെ ആദിവാസികൾ കൊടുത്ത പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഒരു ഔട്ട് പോസ്റ്റ് സുഗന്ധഗിരിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിന്റെ എല്ലാം ഒടുവിലാണ് ഇപ്പോൾ നേരിട്ട് പോലീസുമായിട്ടുള്ള സംഘടന ഉണ്ടാവുന്നത്. ഈ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചതിലുള്ള പ്രതികാര നടപടി എന്നോണമാണ് ദേശീയപാതയോരത്തെ ഒരു പ്രമുഖ സ്വകാര്യ റിസോർട്ടിലെത്തി പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം മാവോയിസ്റ്റുകളുടെ ഭാഗത്തുണ്ടായെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഏതായാലും ഈ ഒരു ഇത്തരം പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുകയും സുഗന്ധഗിരി മേഖലയിൽ പോലീസിന്റെ വ്യാപകമായ തിരച്ചിലും അതോടൊപ്പം തന്നെ ഊർജ്ജമായ പരിശോധനകളെല്ലാം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ളൊരു സംഘടനവും വയനാട്ടിലുണ്ടാവുന്നത്. അനൂപ്, അതുപോലെ കണ്ണൂർ IG നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം എപ്പോഴാണ് ആരംഭിക്കുന്നത്? അല്പസമയത്തിനകം കണ്ണൂർ റേഞ്ച് IG നേതൃത്വത്തിൽ ഉന്നതതല യോഗം നിലവിൽ കൽപ്പറ്റയിൽ പോലീസ് ആസ്ഥാനത്ത് നടക്കുകയാണ്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ റേഞ്ച് IG വിശദീകരിക്കും. 11 മണിക്ക് അദ്ദേഹം കൽപ്പറ്റയിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ ഏത് വിധത്തിലാണ് ഈ സ്വകാര്യ റിസോർട്ടിൽ സംഘടനമുണ്ടായത്, പോലീസ് ഏത് രീതിയിലാണ് നേരിട്ടത്, പോലീസിന് നേരെയാണ് മാവോയിസ്റ്റുകൾ വെടിവെച്ചത്. ഇതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം പോലീസും തിരിച്ച് നിരവധി രീതിയിലേക്കുള്ള വലിയ സംഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വിശദമാക്കുമെന്നാണ്
നമുക്ക് അതുപോലെ ലഭിക്കുന്നത്. അനൂപ്, ഗതാഗത സംവിധാനം അടക്കം നിലച്ചിട്ടുണ്ടായിരുന്നു. വയനാട് നിന്നും കോഴിക്കോട് റൂട്ടുകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ ദിവസം 9 മണിയോടുകൂടി ഇത്തരത്തിലുള്ള വാർത്ത ഇത്തരത്തിൽ ഈ സംഘം റിസോർട്ടിൽ എത്തിയതിനെ തുടർന്ന് സമീപത്ത് ദേശീയപാതയ്ക്ക് തൊട്ടരികിലാണ് ഉപവൻ റിസോർട്ട്. ഈ പാതയിലുള്ള ഗതാഗതം പൂർണ്ണമായും പോലീസ് തടഞ്ഞിരുന്നു. കോഴിക്കോട് ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ചുരം വഴി കോഴിക്കോടേക്കും അതുവഴി വയനാട്ടിലേക്ക് വരുന്ന വഴികളെല്ലാം തന്നെ പോലീസ് വാഹനം നിയന്ത്രിച്ചിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയൊരു സംഘടനമായിരുന്നു ഈ ദേശീയപാതയ്ക്കരികിൽ നടന്നത്. വലിയ തോതിൽ വെടിവെച്ച് ഉയർന്നു കേൾക്കാമായിരുന്നു. നാട്ടുകാരെല്ലാം, സമീപത്തെ നാട്ടുകാരും അതോടൊപ്പം വ്യാപാരികളെല്ലാം പരിഭ്രാന്തരായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടിട്ടുള്ള ഒരു നടപടി പോലീസ് കൈക്കൊണ്ടത്. അതോടൊപ്പം തന്നെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ടാണ് ഈ ഏറ്റുമുട്ടലിലേക്ക് പോലീസ് കടന്നത്. കാരണം ഈ സംഘാംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചോ അതോടൊപ്പം തന്നെ അവരിലുള്ള ആയുധങ്ങളെ കുറിച്ചോ മറ്റോ വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള അക്രമമാണ് ഇവരുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന് വ്യക്തതയിലായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പോലീസ് നടത്തിയത്. ഏതായാലും ഈ കഴിഞ്ഞ 2 ദിവസം രാത്രി തന്നെ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ ഇന്ന് പുലർച്ചെ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ തിരച്ചിലിൽ ഒരു മാവോയിസ്റ്റ് സംഘാംഗത്തിന്റെ മൃതശരീരം കൂടി പോലീസ് കണ്ടെത്തി. ഏതായാലും നിലവിൽ തിരച്ചിൽ തുടരുന്നുണ്ട്. അനൂപ്, ഒരാൾ കൂടി പിടിയിലായതായി പോലീസ് പിടിയിലായതായി വാർത്തകൾ ലഭിച്ചിരുന്നു. ഇതിന് എന്തെങ്കിലും സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടൊന്നും പോലീസ് ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കണ്ണൂർ റേഞ്ച് വിശദമാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടു എന്നും മറ്റൊരാൾ പോലീസിന്റെ പിടിയിലുണ്ട് എന്നും പരിക്കേറ്റ ഒരാൾ പോലീസിന്റെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുമുള്ള വിവരങ്ങൾ അനൌദ്യോഗികമായി പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ലഭിക്കുന്ന വിവരം ഇത്തരത്തിലുള്ള അക്രമ സംഭവം കഴിഞ്ഞ ദിവസം രാത്രി റിസോർട്ടിൽ ഉണ്ടായി എന്നുള്ള കാര്യവും ഒരാൾ മരിച്ചു എന്ന് സംശയിക്കുന്നതായും ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്തരമൊരു കാര്യമാണ് ഇപ്പോൾ പറയാൻ കഴിയുക. കാരണം ഇതിനുശേഷം 11 മണിക്ക് നടക്കുന്ന പോലീസിന്റെ വിശദീകരണത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. അതുപോലെ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് ആരാണെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് CP ജലീൽ, മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ എന്നയാളാണ് മാവോയിസ്റ്റ് സംഘാംഗമാണ് കൊല്ലപ്പെട്ടെന്നുള്ളൊരു അനൌദ്യോഗിക വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. മൃതശരീരം റിസോർട്ടിന് സമീപം കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ്. കഴിഞ്ഞ ദിവസം റിസോർട്ടിലെത്തി 50,000 രൂപയും അതോടൊപ്പം തന്നെ 10 പേർക്കുള്ള ഭക്ഷണവും ആവശ്യപ്പെട്ട സംഘം അല്പസമയം ഇവിടെ ചിലവഴിച്ചിരുന്നു. ഈ പണം റിസോർട്ടിൽ നിന്ന് ശേഖരിക്കുന്നത് വരെ കാത്തു നിൽക്കുന്നതിനിടെയാണ് പോലീസ് സംഘത്തിൽ നിന്ന് സമീപത്ത് പെട്രോളിംഗ് നടത്തിയിരുന്ന പോലീസ് സംഘം വിവരമറിഞ്ഞെത്തിയത്. ഉടൻ തന്നെ തണ്ടർബോൾട്ട് സംഘവും എത്തി. ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായി. ആവശ്യങ്ങൾ ഇങ്ങോട്ടും ആദ്യം നിറവേറ്റുകയുണ്ടായി. അതിനുശേഷം പോലീസും വൃത്തിയാക്കാൻ നടത്തുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ ഏറ്റുമുട്ടലിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം പോലീസിന് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കൽപ്പറ്റ ഡിവൈഎസ്പി ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം നമ്മോട് രാവിലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. രാവിലെ നടത്തിയ തെരച്ചിലാണ് ഈ മൃതശരീരം കണ്ടെത്തിയത്, റിസോർട്ടിന് സമീപത്തിൽ നിന്നും കണ്ടെത്തിയത്. ഏതായാലും ഇത് CP ജലീൽ എന്നയാളുടെ മാവോയിസ്റ്റ് സംഘാംഗത്തിന്റെ മൃതശരീരമാണെന്നുള്ള അനൌദ്യോഗിക വിവരമാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ 11 മണിക്ക് കണ്ണൂർ റേഞ്ചിൽ വിശദീകരിക്കുമെന്നാണ് നമ്മോട് പോലീസ് പറയുന്നത്. വയനാട്ടിൽ റിസോർട്ടിൽ നിന്ന് പണം പിരിക്കാനെത്തിയ സായുധ മാവോയിസ്റ്റ് സംഘവുമായി തണ്ടർബോൾട്ട് ഏറ്റുമുട്ടൽ. വൈത്തിരിയിലേക്കിടയിലെ ഉപവൻ റിസോർട്ടിന് സമീപത്താണ് വെടിവെപ്പുണ്ടായത്. ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി വിവരങ്ങളാണ് അനൂപ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കശ്മീരിലെ ഹന്ദ്വാരയിൽ സൈന്യവും ഭീകരരും തമ്മിൽ വെടിവെപ്പ്. സൈന്യം ഒരു ഭീകരനെ വധിച്ചു. ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ ഇന്ന് വീണ്ടും തുടരും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. ഇന്നലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ പാർട്ടി കമ്മിറ്റികൾ ചേർന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. നാളെ നടക്കുന്ന LDF യോഗത്തിന് ശേഷം മറ്റന്നാൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPIM ഒരുങ്ങുന്നത്. രാവിലെ 10 മണിക്ക് AKG സെന്ററിലാണ് യോഗം ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ തീരുമാനിക്കാനും മത്സരിക്കുന്ന സീറ്റുകളും ചർച്ച ചെയ്യാൻ വിളിച്ച CPI ദേശീയ നിർവാഹക സമിതി യോഗം ഇന്ന് അവസാനിക്കും. കേരളത്തിലെ സ്ഥാനാർത്ഥികളുടേത് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി പട്ടികകൾക്കും യോഗം ഇന്ന് അംഗീകാരം നൽകും.
ബി.ജെ.പിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന സഖ്യങ്ങളും ധാരണകളും രൂപീകരിക്കുന്നത് സംബന്ധിച്ചാണ് ദേശീയ എക്സിക്യൂട്ടീവ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. വിവിധ സംസ്ഥാനങ്ങളിൽ മതേതര കക്ഷികളുമായി സഖ്യമുണ്ടാക്കാനാണ് ആലോചന. ഇത് സാധിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇടതുമുന്നണിയായി മത്സരിക്കാനും തീരുമാനിക്കും. Arrangements with some secular parties, if not all over the country, in some states where it is possible to have between the CPI, left and other secular parties. In the states where this is not possible, the left parties will fight. സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യവും ഇന്നും നാളെയുമായി നടക്കുന്ന യോഗം ചർച്ച ചെയ്യും. പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ സംസ്ഥാന കമ്മിറ്റികളോട് സ്ഥാനാർത്ഥി പട്ടിക ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടികയ്ക്ക് യോഗം അംഗീകാരം നൽകും. കേരളത്തിലെ 4 സീറ്റുകളിലേക്ക് സംസ്ഥാന കമ്മിറ്റി നൽകിയ പട്ടികയും എതിർപ്പുകളില്ലാതെ അംഗീകരിക്കും. JNU മുൻ വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷൻ കന്നയ്യകുമാർ ബീഹാറിലെ ബെഗുസരായ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിലും തീരുമാനമുണ്ടാകും. ജില്ലാ കമ്മിറ്റി കന്നയ്യയുടെ പേര് ശുപാർശ ചെയ്തതായി സുധാകർ റെഡ്ഡി സ്ഥിരീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇടുക്കി ജില്ലയിലെ പ്രളയാനന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും കാർഷിക വായ്പകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി ഇന്ന് ഉന്നതതല യോഗം ചേരും. കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ജില്ലയിലെ MLAമാർ, കൃഷി ഡയറക്ടർ, റവന്യൂ റിക്കവറി വിഭാഗം ഉദ്യോഗസ്ഥർ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം ജില്ലാ സഹകരണ ബാങ്ക്, കാർഷിക ഗ്രാമ വികസന ബാങ്ക് തുടങ്ങിയവയുടെ പ്രതിനിധികളും പങ്കെടുക്കും. ജില്ലാതല ബാങ്കേഴ്സ് സമിതിയുമായി മന്ത്രിമാർ പ്രത്യേകം ചർച്ച നടത്തും. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സംസ്ഥാനതല ബാങ്കേഴ്സ് യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി സ്വേച്ഛാപരമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. സ്വകാര്യവൽക്കരണ തീരുമാനം പൊതുതാൽപര്യത്തിനെതിരാണെന്ന് സർക്കാർ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകിയതിൽ വൻ അഴിമതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അദാനിക്ക് വിമാനത്താവളം ലഭിക്കുന്നത് മുതൽ മുടക്കില്ലാതെയാണ്. വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിച്ചപ്പോൾ വിചിത്രമായ മാനദണ്ഡമാണ് ഉയർന്നതെന്നും അദാനി കരാർ നടത്തിപ്പിൽ നിന്ന് പിന്മാറണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറിയതിന് പിന്നിൽ കൊള്ളയും കുംഭകോണവും നടന്നു എന്നാരോപിച്ചാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്. പ്രതിവർഷം 17,830 കോടി രൂപ വരുമാനവും 30,000 കോടി രൂപ ആസ്തിയുമുള്ള തിരുവനന്തപുരം വിമാനത്താവളം അദാനി സ്വന്തമാക്കിയത് യാതൊരു മുതൽ മുടക്കുമില്ലാതെയാണ്. 3 ആക്ഷേപങ്ങളാണ് പ്രധാനമായും കോടിയേരി ഉന്നയിച്ചത്. ദില്ലി, മുംബൈ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിച്ചപ്പോൾ ലാഭമോ നഷ്ടമോ ഉണ്ടായാലും ആകെ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം റവന്യൂ ഷെയർ എന്നതായിരുന്നു മാനദണ്ഡം. എന്നാൽ പുതിയ കരാർ വ്യവസ്ഥ പ്രകാരം ആളൊന്നിന് രൂപ എന്ന കണക്കിലേക്ക് മാറ്റി നിശ്ചയിച്ചു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ടിൽ 2003 കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം 30 കൊല്ലത്തേക്ക് മാത്രമേ വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ പാടുള്ളൂ. എന്നാൽ പുതിയ കരാർ പ്രകാരം അത് 20 വർഷത്തേക്ക് കൂടി നീട്ടി നൽകി. പാർലമെന്റ് അറിയാതെ നീതി ആയോഗ് വഴി ഈ നടത്തിയ ഭേദഗതി സംശയാസ്പദമാണ്. വിമാനത്താവളത്തിൽ കോഫി ഷോപ്പ് തുടങ്ങണമെങ്കിൽ പ്രവൃത്തി പരിചയം നിർബന്ധമാണെന്നിരിക്കെ വിമാനത്താവളം നടത്തി പരിചയമില്ലാത്ത അദാനിക്ക് വേണ്ടി കരാർ വ്യവസ്ഥകൾ മാറ്റി എഴുതി. അദാനി വിമാനത്താവളം സ്വന്തമാക്കുന്നതോടെ 20% ജീവനക്കാർ എന്തു ചെയ്യുമെന്ന് കോടിയേരി ചോദിച്ചു. ഭാവിയിൽ കാർഗോയ്ക്ക് പ്രാധാന്യം നൽകുന്ന വിമാനത്താവളമാക്കാൻ അദാനി തീരുമാനിക്കുകയാണെങ്കിൽ വിമാനത്താവള കമ്പനിക്ക് നൽകുന്ന ഒരു യാത്രക്കാരന് 168 രൂപ എന്ന തുകയിൽ വൻ ഇടിവ് വരും. 50 വർഷത്തേക്ക് കാലാനുസൃതമായ വർധനവില്ലാതെ 168 രൂപ മാത്രമെന്ന് നിജപ്പെടുത്തിയതിലും ദുരൂഹതയുണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ കൊള്ളയെ എതിർക്കാത്തതെന്നും ശശി തരൂർ ഈ വിൽപ്പനയുടെ ഇടനിലക്കാരനായി എന്നും കോടിയേരി ആരോപിച്ചു. അതിന് കൊടുക്കാമെന്ന് പറഞ്ഞ അതേ തുക സ്റ്റേറ്റ് ഗവൺമെന്റ് തരാം എന്ന് പറഞ്ഞ് നേരത്തെ ആരാണോ കൂടുതൽ കോട്ട് ചെയ്തത് ആ തുക ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് സംസ്ഥാന കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അദാനി ഗ്രൂപ്പ് ഇതിൽ സ്വയം പിന്മാറണം. LDF സ്ഥാനാർത്ഥികൾ ആരാകണമെന്ന ചർച്ച പുരോഗമിക്കുകയാണ്. ശനിയാഴ്ച CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിനിടയിൽ കയറി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മാധ്യമങ്ങളെ കോടിയേരി കണക്കിന് പരിഹസിച്ചു. നിങ്ങൾ 2-3 ആളെ പേര് പറയുന്ന കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അത്രയാക്കൊരു സന്തോഷമല്ല, പരിഗണിച്ചു. കുറേ പേരുകൾ കേൾക്കുമ്പോൾ ആ പേര് പറയുന്ന ആൾ വിചാരിക്കുമല്ലോ, പാർട്ടി എന്നെ പരിഗണിക്കുന്നുണ്ട്. ഞങ്ങൾ പരിഗണിച്ചിട്ടേ ഉണ്ടാവില്ല, നിങ്ങളാണ് അവരെ പരിഗണിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് സ്ഥാനാർത്ഥിയായാൽ അദ്ദേഹത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനപ്രതിനിധി എന്ന നിലയിൽ ഏൽപ്പിച്ച ജോലികൾ ഏറ്റവും വിശ്വസ്തയോടെ ജോയ്സ് ജോർജ് നിർവഹിച്ചുവെന്ന് സമിതി വിലയിരുത്തി. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് ജോയ്സിന്റെ വിജയം അനിവാര്യമാണെന്നാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ്
അദ്ദേഹത്തിന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി വീണ്ടും പിന്തുണ പ്രഖ്യാപിച്ചത്. മണ്ഡലത്തിലെ വികസന തുടർച്ചയ്ക്കും അതിജീവന പോരാട്ടം വിജയിപ്പിക്കുന്നതിനും ജോയ്സ് ജോർജ് പാർലമെന്റിൽ എത്തേണ്ടത് അനിവാര്യമാണെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് ഇന്ന് ഞങ്ങൾക്കുള്ളത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ വിലയിരുത്തുകയാണ്. ഞങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. അതുപോലെ തന്നെ അതിജീവന പോരാട്ടം നടത്തുന്ന ജനങ്ങളുടെ പട്ടയ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ കസ്തൂരംഗൻ വിഷയം, HRML പ്രോജക്ട് തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ക്രിയാത്മകമായ നേതൃത്വം ശ്രീ ജോയ്സ് ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി അപ്രസക്തമായി എന്ന് ആക്ഷേപിച്ച DCC പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സമിതി നേതാക്കൾ പ്രതികരിച്ചു. കട്ടപ്പനയിൽ ചേർന്ന യോഗത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഭാരവാഹികളായ CK മോഹനൻ, ഇമാം മുഹമ്മദ് റഫീഖ് അൽ കൌസരി, ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ തവണ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെയാണ് ജോയ്സ് ജോർജ് LDF സ്വതന്ത്രനായി മത്സരിച്ച് തിളക്കമാർന്ന വിജയം കൈവരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ മുംബൈ മലയാളി അസോസിയേഷനും ചെറുതന സ്വദേശി സജിത്തിന്റെ കുടുംബത്തിനാണ് 9.30 ലക്ഷം രൂപ മുടക്കി മനോഹരമായ വീട് ആത്മ എന്ന സംഘടന നിർമ്മിച്ചു നൽകുന്നത്. ചെറുതന മാടശ്ശേരി ലക്ഷം വീട് കോളനിയിലെ കുടിലാണ് പ്രളയത്തിൽ ഈ പട്ടികജാതി കുടുംബത്തിന് നഷ്ടമായത്. ആലപ്പുഴ ജില്ലാ കളക്ടർ S. സുഹാസിന്റെ ഇടപെടലാണ് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ചെറുതന സ്വദേശി സജിത്തിന്റെ കുടുംബത്തിന് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായത്. പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ഈ സാധു കുടുംബത്തെ സഹായിക്കാൻ ആരുമില്ലായിരുന്ന ഘട്ടത്തിലാണ് ജില്ലാ കളക്ടർ ഇടപെട്ടത്. മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനാണ് ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന മാനിച്ച് മുന്നോട്ട് വന്നത്. 9.5 ലക്ഷം രൂപ മുടക്കിയാണ് മനോഹരമായ ഒരു വീട് ഇപ്പോൾ സജിത്തിന് വേണ്ടി ഇവർ നിർമ്മിക്കുന്നത്. സംഘടനാ ഭാരവാഹി ശശികുമാർ: എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു വീടാണ് ഞങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ഭംഗിയായിട്ട് ഒരു വീട് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ചെയ്തു ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ മലയാളി സംഘടനകളും മുംബൈയിലെ മലയാളികൾക്കും പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രളയം കുട്ടനാട്ടിനെ കവർന്ന സമയത്തും കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷണവുമൊക്കെയായി മലയാളി അസോസിയേഷൻ കുട്ടനാട്ടിലെത്തിയിരുന്നു. ഈ പരിചയമാണ് കളക്ടർക്ക് ഇപ്പോൾ സഹായകരമായത്. ഈ കേസ് അത് വാലിഡ് കേസ് ഉണ്ടെങ്കിൽ ബട്ട് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളിൽ ഒരു തടസ്സമുണ്ടായ കേസസിൽ നാം ഇങ്ങനെ സ്പോൺസർഷിപ്പിന് ലിങ്ക് ചെയ്തിട്ട് വീട് കൊടുക്കുന്നുണ്ട്. ഭാര്യയും കുട്ടിയുമായി ബന്ധുവീടുകളിലും മറ്റുമായിരുന്നു സജിത്തിന്റെ അന്തിയുറക്കം. 3 മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തിയാകും. മലയാളി അസോസിയേഷനെയും ജില്ലാ കളക്ടറെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നാണ് സജിത്തിന്റെ കുടുംബം പറയുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മലപ്പുറം മേടപ്പാൾ വെങ്ങണിക്കരയിൽ ക്ഷേത്രഭൂമിയിൽ നിന്ന് അനധികൃതമായി മരം മുറിച്ചു കടത്താൻ ശ്രമിച്ചതായി പരാതി. ദേവസ്വം ബോർഡിന്റെയോ ക്ഷേത്ര കമ്മിറ്റിയുടെയോ അനുമതിയില്ലാതെയാണ് ക്ഷേത്രഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചത്. എടപ്പാളിന് സമീപം വെങ്ങിനിക്കരയിലെ കൊടലിൽ വിഷ്ണു ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നാണ് മരം കടത്താൻ ശ്രമിച്ചത്. 1.5 ഏക്കറോളം ഭൂമിയിൽ നിന്നായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന 27 മരങ്ങൾ മുറിച്ചു. ദേവസ്വം ബോർഡിന്റെയോ ക്ഷേത്ര കമ്മിറ്റിയുടെയോ അനുമതിയില്ലാതെയായിരുന്നു മരമുറി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ക്ഷേത്ര ജീവനക്കാരൻ പോലീസിലും ദേവസ്വം ഓഫീസിലും പരാതിപ്പെട്ടതോടെയാണ് മരം കടത്താനുള്ള നീക്കം പൊളിഞ്ഞത്. അപ്പോൾ ഇതിന്റെ ദേവസ്വത്തിൻ്റെതായ സ്ഥലത്തെ മരങ്ങൾ വെട്ടാൻ അധികാരം നൽകുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ യാതൊരു പെർമിഷനും ഇതില്ല. അതുപോലെ ക്ഷേത്ര കമ്മിറ്റി കാര്യം അറിഞ്ഞിട്ടില്ല. ഇത് വളരെ രഹസ്യമായിട്ട് ആരൊക്കെയായിട്ട് ചെയ്തുള്ള ഡീല് പ്രകാരം പദ്ധതിയിട്ട മരം വെട്ടാണത്. ഇതിനു മുമ്പും ഇതുപോലെ ഇതിന്ന് മരങ്ങൾ ഇഷ്ടം പോലെ അങ്ങനെ വെട്ടിപ്പോയിട്ടുണ്ട്. അതൊന്നും അന്ന് ആരും പരാതിപ്പെടാനോ ഇല്ലാത്ത കാരണം അത് എല്ലാം അങ്ങനെ അവഗണിക്ക് പോകാനുണ്ടായത്. ദേവസ്വം ഉദ്യോഗസ്ഥരും ചങ്ങരംകുളം പോലീസും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. എന്നാൽ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ക്ഷേത്രഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ കയ്യേറ്റക്കാർക്ക് വ്യാജരേഖ നൽകിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ അന്വേഷണം നേരിടുന്നവരാണ് മരമുറിക്ക് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. ക്ഷേത്രം സംരക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയവർ കയ്യേറ്റക്കാർക്കൊപ്പം നിൽക്കുന്നതിൽ വിശ്വാസികളും അമ്പരപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.